അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം. അന്ന് ഒരു സാധാരണ രാത്രിയായിരുന്നില്ല. സിനായ് മരുഭൂമി, ഇരുട്ട്, ആകാശത്ത് നക്ഷത്രങ്ങൾ മാത്രം. പ്രവാചകൻ മൂസാ നബി അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. മുൻപിൽ വഴിയറിയില്ല, ചുറ്റും നിശബ്ദത. അപ്പോഴാണ് മൂസാ നബി അലൈഹി വസല്ലം ദൂരെ ഒരു തീ കണ്ടത്, ഒരു വെളിച്ചം, ഇരുട്ടിനകത്ത് തെളിഞ്ഞ ഒരു പ്രകാശം. മൂസാ നബി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ അവിടെ ചെന്ന് തീ കൊണ്ടുവരാം. മുന്നോട്ടുള്ള വഴിയും അപ്പോൾ തെളിയുമല്ലോ. മൂസാ നബി അലൈഹി വസല്ലം മെല്ലെ അടുത്തേക്ക് നടന്നു. പക്ഷേ അത് ഒരു സാധാരണ തീ ആയിരുന്നില്ല, അത് കത്തുകയായിരുന്നു. പക്ഷേ ശരീരം പൊള്ളിക്കുന്നില്ല. വെട്ടിത്തിളങ്ങുന്നു, പക്ഷേ അത് അണയുന്നില്ല. അടുത്തെത്തിയ നിമിഷം ലോകം മുഴുവൻ നിശബ്ദമായി. അപ്പോൾ ഒരു ശബ്ദം. അത് മനുഷ്യൻ്റെ ശബ്ദമല്ല, കാറ്റിൻ്റെയും ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദമല്ല. മൂസാ നബി അലൈഹി വസല്ലത്തിൻ്റെ ശരീരം വിറച്ചു. നീ വിശുദ്ധ താഴ്വരയിലാണ്, നിന്റെ ചെരുപ്പുകൾ അഴിക്കുക. ഞാനാണ് നിന്റെ രക്ഷിതാവ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മൂസാ നബിയുടെ ജീവിതം അവിടെ രണ്ടായി പിളർന്നു. ഭയത്തിൽ നിന്ന് ഓടിയ മനുഷ്യൻ ഇപ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, ഫിറൗനിലേക്ക് മടങ്ങുക, അവൻ അതിക്രമം ചെയ്തു. മൂസാ നബി അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഭയമാണ്, എൻ്റെ നാവ് കെട്ടിയതാണ്. അല്ലാഹു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പമുണ്ട്, ഞാൻ കേൾക്കും, ഞാൻ കാണും. അല്ലാഹു അടയാളങ്ങൾ നൽകി. വടി ജീവനുള്ള പാമ്പാക്കി, കൈ വെളിച്ചമാക്കി. അവിടെ മൂസാ നബി അലൈഹി വസല്ലം തീയെടുത്തില്ല. മൂസാ നബി അലൈഹി വസല്ലം ദൗത്യമേറ്റെടുത്തു. ചുട്ടുപൊള്ളിക്കാത്ത ആ തീ മൂസാ നബി അലൈഹി വസല്ലത്തെ നശിപ്പിച്ചില്ല, അത് മൂസാ നബി അലൈഹി വസല്ലത്തെ മാറ്റിയെടുത്തു. അസ്സലാമു അലൈക്കും.